ഹായ്, ഐ ആം ദിവ്യ ബ്രിൻഡോ. മമ്മി ഡാഡി എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടി പൊട്ടിക്കൽ പരിപാടികളാണ്. സാധാരണ വിദേശത്ത് നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ പെട്ടിയായിട്ടാണ്. എന്റെ പൊന്നു മക്കളെ ഒത്തിരി ഒന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ കുറച്ച് മിഠായി കുറെ ആക്രി സാധനങ്ങളൊക്കെ മേടിച്ചതേ ഉള്ളൂ കേട്ടോ. നോക്കട്ടെ മമ്മിക്കുള്ള സാധനം. അതെടുത്തേത് ഇതെന്നാന്നറിയാമോ? ഇത് പെപ്പർ മില്ലാണ്. പെപ്പർ മില്ല് അവിടെ ലെസ്റ്ററിൽ ഐക്കെ പോയി മേടിച്ച ഇത് നല്ല സൂപ്പർ സാധനം. ഇത് നമ്മൾ നേരത്തെ മേടിച്ചിട്ട് അതല്ല അതല്ല ഇത് ഇതുണ്ട്. ഇത് നല്ല ഇതുണ്ട്. ഇത് തുറന്നിട്ട് ഇത് നീ പിരിച്ചാണ് അടുത്ത്. ഇത് തുറന്നിട്ട് കുരുമുളക് ഇടുന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ വലിച്ചു തുറന്നു. നേരം അത് അല്ലാതെ ആയിപ്പോയി. ആ ഇങ്ങനെ മതിയല്ലേ? അയ്യോ ഞാൻ പേടിച്ചു പോയി. ഞാൻ വലിയ ആശിച്ച് മേടിച്ചതാ ഈ സാധനം. എന്താ കുരുമുളക് ഇട്ടിട്ട് എന്നിട്ട് ഞെക്കി അടയ്ക്കാണ്ടോ ഇത്? ആ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഇങ്ങനെ വരുമ്പോ കുരുമുളക് പൊടിച്ച് വെക്കണ്ട. ഇനി പൊടി വെക്കണ്ട. ഇതിനകത്തേക്ക് കുരുമുളക് ഇട്ടാൽ മതി. നിങ്ങള് വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട കേട്ടോ. എന്റെ മതിയായ ഒരു 1.25 ലിറ്ററിന്റെ ഒരു വൈൻ കുപ്പി. ഞാനതൊരു 100 പ്രാവശ്യം പറയാം. കുപ്പി എനിക്ക് വേണം, വൈൻ ആരെടുത്താലും വേണ്ടില്ല, കുപ്പി വേണമെന്ന് പറഞ്ഞു. ഇതേ നെടുമ്പാശ്ശേരി വന്നു കഴിഞ്ഞപ്പോൾ ഡാഡി പെട്ടിയെടുത്ത് പിന്നെ ചൈനക്കട പെട്ടി വന്നില്ലേ, അന്നേരം ആ പെട്ടി എടുത്ത് താഴേക്ക് വെച്ച ടപ്പ അന്നേരം എന്നിട്ട് ഒഴുകാൻ തുടങ്ങിയതാണ്. 1.25 ലിറ്റർ വൈൻ അവിടെ എയർപോർട്ടിൽ ഒഴുകിപ്പോയി. എന്നാ ചെയ്യണേ? ഇത് കണ്ടോ? ഇതൊരു സാധനം എന്നാന്നറിയാം. ഇതൊക്കെ ഉണ്ടല്ലേ? അയ്യോ എന്റെ പൊന്നേ മതി. എന്നാ പറയാനാ, എനിക്ക് കുപ്പി പോയതല്ല സങ്കടം. ഇതുണ്ടല്ലോ, ഇത് അത് ഞാൻ അങ്ങോട്ട് എടുത്തു വെച്ചു. ഇതുണ്ടല്ലോ, ഈ സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിലിടാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയത്. അങ്ങനത്തെ സലാഡ്. ആ ഇനിയിപ്പോ ഞാൻ അങ്ങനെയൊക്കെ തരണേ. കൊള്ളാം. ഇത് ചുമ്മാ അവിടെ എന്തോ സ്വീറ്റാ. അത് പാക്കറ്റ് വേറെ പാക്കറ്റ് ആയിരുന്നു. ആ പാക്കറ്റ് എന്റെ മൂട തുറന്നു പോയതുകൊണ്ട് ഞാൻ ഇന്നത് ശ്രേയ ദിവ്യക്ക് തന്നു വിട്ടേക്കണതാണ്. എന്തായിരിക്കും ചേച്ചി എനിക്ക് വേണ്ടി തന്നു വിട്ട കേട്ടോ. വേറെ ഉണ്ട് ഏതാണ്ട്. എന്നത് സോപ്പ് ഗ്ലോറി സെറ്റ് ദ മൂഡ് റിലാക്സിങ് പെർഫെക്റ്റ്. മോയ്സ്ചറൈസർ ആണോ? ഉറപ്പാണോ? മമ്മി പാത്രം കിട്ടിയാ മമ്മി ഇതേ പിള്ളേരെ ഇത് കണ്ടല്ലോ. ഇത് ചുമ്മാ ഉണ്ട്. ഇത് ചുമ്മാ ആക്രി പാത്രം അല്ല കേട്ടോ. ഇത് നല്ല വില ഉള്ള പാത്രം. ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പച്ചക്കറി. എനിക്കൊന്ന് ഹാൻഡ് വാഷോ ബോഡി വാഷോ കണ്ടോ കൈ ഒട്ടുന്നുണ്ട്. ഉണ്ടോ? കേൾക്കുന്നുണ്ടോ പറയണ? ഇതാ ഇത് പച്ചക്കറികളോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനമാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ ഇതുപോലത്തെ പാത്രം പള്ളേ കളയണ പാത്രം അല്ലാന്ന്. കൊറേ പാത്രം ഈടെ എടുത്ത് പള്ളേ കളഞ്ഞേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. എന്റെ പാത്രം എല്ലാം കളഞ്ഞിട്ടുണ്ടോ ഞാൻ പരിശോധിക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? ഇത് ഓവനിലും വെക്കാവുന്ന പാത്രമാണ്. കളഞ്ഞേക്കരുത്. ഇത് ഉപയോഗിച്ചിട്ട് കളയരുതെന്ന് മനസ്സിലായോ? ആ മനസ്സിലായി. ഇത് തന്നെ ജോയിക്കുട്ടിന്റെ പാത്രമാണ്. ഇത് ചുമ്മാ കണ്ടപ്പോ രസം മുട്ട പൊരിക്കാനൊക്കെ ഈ ഷേപ്പില് ഷേപ്പിലൊരു മുട്ട പൊരിക്കാം. അയ്യോ ഇതിന്റെ ഇളകി പോണേ. അയ്യോ ഇതും പൊട്ടി. മമ്മിയെ പറ്റിച്ചു. പറ്റിച്ചൊന്നുമില്ല. മുറുക്ക് മനുഷ്യ. നാളായിട്ട് ഒരാൾ കുഞ്ഞി പാത്രം മേടിക്കണം. ഇതെനിക്ക് നല്ല പ്രിയപ്പെട്ട ഒരു പാത്രം അവിടെ കണ്ടത്. ഇത് ആര് തന്നെന്നറിയാം. ഇതൊരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നതാ. ആരാ? ഏതേലും സായിപ്പാണോ? സായിപ്പൊന്നുമല്ല. ഇത് ശ്രേയയുടെ നാത്തൂൻ പ്രഗ്യ തന്നതാ. ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നാ. മമ്മിയുടെ ആവശ്യമില്ലാത്ത പറയാൻ നടക്കല്ലോ കേട്ടോ. ചോദിച്ചു മേടിച്ചു. പുതിയതാ പുള്ളിക്കാരി മേടിച്ചു തന്നാടാ. ഇത് ചെമ്മാര് കാപ്പിപ്പൊടി മേടിച്ചിട്ടുണ്ടോ? ഇത് കണ്ട, ഇത് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് കസ്കസ് എന്ന് പറഞ്ഞൊരു സാധന. കസ്കസോ? ആ ഇതൊക്കെ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ എന്റെ ഡാഡി ഇതൊക്കെ നനച്ച് കളഞ്ഞില്ല. ഇത് മറ്റേ ഓവനകത്ത് വെക്കണ ഒരു സൈസ് പേപ്പറായിരുന്നു. അലുമിനിയം ഫോയിലാ. എല്ലാം കളഞ്ഞു. കിടന്ന് ഞാൻ എടുക്കാം. അവിടെ നിൽക്കും മനുഷ്യ. നല്ല വെച്ചേ നനഞ്ഞൊട്ടിപ്പോയോ? വെയിലത്ത് വെച്ചാൽ ശരിയാകുമോ? ഇത് നോൺ സ്റ്റിക്ക് ബേക്കിങ്ങിനുള്ള അങ്ങോട്ട് വെക്കാം. ഞാനൊന്നും നോക്കി പാത്രത്തെ പറ്റിയിരുന്നു. എന്നാ ടേസ്റ്റ് ഇത് കിട്ടും കൊലച്ചത് ചെയ്യുന്ന ആര് എന്താ പറഞ്ഞാന്.
ഇനി ഇതന്നെ ടൂൾസ് ആണോ? ഇത് ടൂൾസ് അല്ല, ഇത് പിച്ചാത്തിയ. ഞാൻ ചോദിച്ചാൽ ടൂൾസ് ആണോ? ഇതൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു പിച്ചാത്തി. മമ്മി എന്നിട്ട് പ്ലെയിനെ കയറ്റി വിട്ടോ അവരോ? ഇതാണ് ഞാൻ മേടിച്ച മിഠായി. ഇത്രേ ഉള്ളൂ? ഇത്രയും പോരായിരിക്കും. ഓഹോ, ഇതിനകത്ത് ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്കുള്ള ഡാർക്ക് ചോക്ലേറ്റ് എനിക്കുള്ള. മൊത്തം തിന്നിട്ട് വന്നാണ്. ദൂരം മിഠായി ആണ്. ഇത് എന്നാ ഭ്രാന്തിന് മേടിച്ചത്? ഈശ്വര മതി. കൊള്ളാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മമ്മിക്ക് പാത്രം, ഇവിടെ ഒരാൾക്ക് ക്രീം, ലിപ്സ്റ്റിക്, മേക്കപ്പ് സാധനങ്ങള്, അവിടെ ഒരാൾക്ക് ഡാഡിയുടെ നായി. എന്നാ മമ്മി ഡാഡിയുടെ സാധനം? എനിക്കറിയാമല്ല, എനിക്കറിയത്തില്ല. എന്റെ അമ്മോ, ഇത് കസ്കസ് ഒരെണ്ണം കൂടെ മേടിച്ചു. കസ്കസ് എന്നാ അതിന് പറഞ്ഞ. ഇതൊരു പൗഡറാ, പൗഡർ. അയ്യോ, ഇതൊക്കെ ഒന്ന് തുടയ്ക്കണമല്ലോന്നേ. അതെല്ലാം നനഞ്ഞാ ചെയ്തല്ല. പറഞ്ഞ കേട്ടെ, ഇത് ഇന്നത്തേലേക്ക് കല്ല് പെര നിറയെ ഒട്ടും ഇരുന്നുണ്ട്. എനിക്ക് നിലത്ത് ഇത് ഈ പിന്നെ കോൺഫ്ലെക്സ് ഒക്കെ പോലെ തിന്നുന്ന സാധനം. അവലാണോ ഇത്? അവലൊന്നും. ഇത് എന്നാ കിസ്മിസ് കുറച്ച് മേടിച്ച. ഇതൊക്കെ നാട്ടിൽ കിട്ടണ ചുമ്മാ മേടിച്ചു. മമ്മിയുടെ ഒരു വീക്ക്നെസ് ആയതൊക്കെ. ഗോതമ്പല്ല മനുഷ്യ. കസ്കസ്. കുറച്ച് പാസ്ത മേടിച്ചു. കുറച്ച് വേദ. ഇതൊക്കെ ഞാൻ അവിടെ തിന്നോണ്ടിരുന്ന കൂട്ടി എടുത്തോണ്ട് വന്നാ. മമ്മി തിന്നിട്ട് മിച്ചം കൊണ്ടുവന്നല്ലോ. മിഠായിയ, നാരങ്ങ മിഠായി. ഇതാ രണ്ട് തിരിയ മുകളിൽ കൊണ്ട് വെക്കാം. ഭംഗിയുള്ളതിരി മണമുണ്ടോ ഇതിനകത്ത്? മണമുണ്ട്. ഇത് പറഞ്ഞോടെ, ഇത് കപ്പിനകത്ത് ഇറങ്ങോ. അതെ, അതേ 2 കപ്പ്. അപ്പൊ ഞാൻ എത്ര തിരി മേടിച്ചായിരുന്നു എൻ്റെ അമ്മോ. ഇത് ഇതിന്റെ നിറം എങ്ങനെയാണോ അതോ നനഞ്ഞതാണോ? അല്ല, തുടച്ചെടുക്കണം. തുടച്ചെടുത്താൽ മതി കേട്ടോ. അവിടെ വേണേ ഷോയ്ക്ക് വെക്കാലം നടത്തിയാൽ അവിടുന്ന് മകക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചോണ്ട് വന്നതാ. താങ്ക് യു. ഇത് ഷാമ്പു, അതിലേതേലും 2 ഒരെണ്ണം ഷാമ്പുവും കണ്ടീഷണറും. അതൊക്കെ ഒരെണ്ണം എനിക്ക് ഞാൻ എടുത്തു. ഇത് ഷവർ ജെല്ല്. ഇത് ഞാനൊരു തവി മേടിച്ചതാ. വല്ലതും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഒന്നും പറയാനില്ല, തൃപ്തിയായി. ഇത് നല്ല സൂപ്പർ കേട്ടോ. അത് കൈ ഇതിങ്ങനെ ഇളക്കാനും കോരാനൊക്കെ നല്ലൊരു തവിയാ. ആ ഷവർ ജെല്ല.